ലോകമെമ്പാടുമുള്ള മലയാളികൾ നാളെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. കേരളമെന്ന നമ്മുടെ അഭിമാനത്തിന് 69 വയസ്സായിരിക്കുന്നു. ഈ ജന്മദിനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയിലെ അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനമായി കേരളം മാറുകയാണ്. സർക്കാരാണ് ഈ പ്രഖ്യാപനം നടത്താൻ തയ്യാറെടുക്കുന്നത്. ഭക്ഷണം, സുരക്ഷിതമായ വാസസ്ഥലം, അടിസ്ഥാന വരുമാനം, ആരോഗ്യസ്ഥിതി എന്നീ 4 ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ജനകീയ പങ്കാളിത്തത്തോടെ നടത്തിയ സർവേയിലൂടെ കണ്ടെത്തിയ 64,000-ഓളം അതിദരിദ്ര കുടുംബങ്ങളെ 2021 ജൂലൈ മുതൽ തുടർന്നു വന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലൂടെ ദാരിദ്ര്യമുക്തമാക്കി എന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം. തീർച്ചയായും നമ്മുടെ സഹോദരങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാകുന്നു എന്നത് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ്. അപ്പോഴും സർക്കാരിനോട് സാമ്പത്തിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ഇവയാണ്. സംസ്ഥാനത്തെ അതിദരിദ്രരെ നിർണ്ണയിക്കാൻ ഏതൊക്കെ മാനദണ്ഡങ്ങൾ ആണ് ഉപയോഗിച്ചത്? ദാരിദ്ര്യ സർവേയുടെ രീതിശാസ്ത്രം എന്തായിരുന്നു? തദ്ദേശ വകുപ്പ് പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നും നൽകിയ ലിസ്റ്റ് ഓഫ് റെക്കമെൻഡേഷൻ സ്വീകരിക്കുക മാത്രമായിരുന്നോ ചെയ്തത്? ഇപ്പോൾ അതിദാരിദ്ര്യ പ്രഖ്യാപനത്തിന് ഉപയോഗിക്കുന്ന സാമ്പത്തിക മാനദണ്ഡങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പുമായോ പ്ലാനിംഗ് ബോർഡുമായോ കൂടിയാലോചനകൾ നടത്തിയിരുന്നു. മാത്രവുമല്ല, 2011 സെൻസസ് പ്രകാരം സംസ്ഥാനത്ത് അതിതീവ്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങളിൽ ആയി 4.85 ലക്ഷം ആദിവാസികൾ ഉണ്ട്. എന്നാൽ സർക്കാരിൻ്റെ പുതിയ കണക്കനുസരിച്ച് അത് കേവലം 6,400 കുടുംബങ്ങൾ മാത്രമായി മാറിയിരിക്കുന്നു. ഇനി മറ്റൊരു സുപ്രധാന ചോദ്യം കൂടിയുണ്ട്. 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ച് കേരളത്തിൽ നടപ്പിലാക്കുന്ന പൊതുവിതരണ സമ്പ്രദായത്തിൽ 4 വിഭാഗങ്ങൾ ആണ് ഉള്ളത്. അതിൽ ഏറ്റവും ദരിദ്രർ എന്ന വിഭാഗത്തിൽ മഞ്ഞക്കാർഡ് ഉള്ള അന്ത്യോദയ അന്നയോജനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവർ 5.92 ലക്ഷം കുടുംബങ്ങളാണ്. അപ്പോൾ ഇവരുടെ ഭാവിയിലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം.